ദൈവം ചൊരിയുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഇവിടെ ആയിരിക്കുവാൻ, വിശുദ്ധ സ്ഥലത്ത് ഈ സമയങ്ങളിൽ, ഈ മണിക്കൂറുകളിലായിരിക്കുവാൻ ദൈവം തരുന്ന വലിയ കാരുണ്യത്തിന് ദൈവസന്നിധി നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. കഴിവുകൊണ്ടല്ല, കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമ്മുടെ കഴിവുകൊണ്ട് കൊണ്ട് നമുക്ക് അവിടെ പോകാം, അല്ലെങ്കിൽ ഇത്ര ദിവസം പോകാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കണം നിർബന്ധമൊന്നുമില്ല. ആത്മാവ് നമ്മളെ നയിച്ചുകൊണ്ട് വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിച്ച് ആത്മാവ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളെല്ലാം ആത്മാവ് നമുക്ക് മേടിച്ചു തരിക പരിശുദ്ധാരൂപി. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, സഹായകൻ വന്നു കഴിയുമ്പോൾ ആ സഹായകൻ പാപത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തെ വിച്ഛേദിക്കുന്ന പാപാവസ്ഥകളെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പ്രലോഭകനെ നിങ്ങൾക്ക് ആ പ്രലോഭനത്തെ മനസ്സിലാക്കി തന്നുകൊണ്ട് പ്രലോഭനത്തെ നിന്ന് അതിജീവിക്കുവാനുള്ള ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പുത്രനായ യേശു ക്രിസ്തു സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുക, ജോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് കരയിലേക്ക് കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചേ? ആ ജ്ഞാനസ്നാനത്തിൻ്റെ വലിയ അഭിഷേകം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വ്യാപരിക്കപ്പെടുകയും ശക്തി വന്ന് നിറയെ പ്രാവിൻ്റെ രൂപത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് വന്ന് ആവസിക്കപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവശക്തി പുത്രനായ യേശു ക്രിസ്തുവിൽ വെളിപ്പെടുകയാണ്. സ്വർഗത്തിലെ ദൈവ സാന്നിധ്യം വെളിപ്പെടുക. ആ സാന്നിധ്യം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇവിടെ ഈ ആത്മാവ് മരുഭൂമിയിലേക്ക് ഈശോയെ കൊണ്ടുപോവുകയാണ്. അവിടെ ഉപവാസം എടുക്കുവാനുള്ള ശക്തി, പ്രേരണ പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. 40 ദിവസങ്ങളിൽ അല്ല 50 ദിവസങ്ങളിൽ ഉപവാസം എടുത്ത് അല്ലെങ്കിൽ നോയമ്പ് നോക്കുവാനുള്ള ശക്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇവിടെ ആ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആർജിച്ചെടുക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനാണ് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് 40-50 ദിവസമൊക്കെ ഉപവാസം എടുക്കാൻ പറ്റും. 40 ദിവസം ജലം മാത്രം കുടിച്ച് ഉപവാസത്തിലായിരിക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഒത്തിരി ഏറെ ആൾക്കാർ, മക്കള് ദൈവസന്നിധിയിൽ 40 ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസം എടുക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. ഈ 50 ദിവസത്തിൽ ഒരു ദിവസം മാത്രം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന മക്കളുണ്ട്. ഇവിടെ അതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഈശോ നേടിയെടുത്തതാ. പ്രലോഭകൻ വന്ന് ഈശോയെ പ്രലോഭിപ്പിക്കുക. ആദ്യം ഉപവാസത്തെ പരാജയപ്പെടുത്തുവാനുള്ള ആ വലിയ പ്രേരണയാണ് ആദ്യമേ പിശാച്, സാത്താൻ ഈശോയുടെ മുമ്പിൽ കൊടുക്കുന്നത്. വിശക്കുന്നില്ലേ? ശരീരത്തിൻ്റെ പ്രവണതകളെ മുഴുവൻ ഉണർത്തുന്ന അശുദ്ധാരൂപി അല്ലെ പൈശാചിക ശക്തി സാത്താൻ എല്ലാ പ്രലോഭനങ്ങളും കൊടുക്കുക. 40 ദിനരാത്രങ്ങൾ യേശുവിനെ പീഡിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ഈ ഉപവാസത്തെയും പ്രാർത്ഥനയെയും എല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി. ശരീരത്തിൻ്റെ പ്രവണതയിൽ നിലനിർത്തുവാനായിട്ട് സാത്താൻ പ്രേരണ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ശരീരത്തിൻ്റെ പ്രവണതകളെ ഇല്ലാതാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തുകയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കൊണ്ടാണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ പിശാച് പ്രലോഭനത്തെ നിർത്തിവെച്ചിട്ട് അവനിൽ നിന്ന് അകന്നുപോയി. കരമുയർത്തി ഈ പ്രലോഭനം നമ്മൾ അകന്നു പോകുവാൻ സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനം. ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനോടുകൂടെ ഉണ്ടായിരിക്കത്തില്ല. ലോകത്തുള്ള വസ്തുക്കളെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം ആ വ്യക്തിയോട് കൂടെ ഉണ്ടായിരിക്കത്തില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജഡത്തിന്റെ പ്രേരണ അനുസരിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം ആ വ്യക്തിയിൽ വെളിപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ ദൈവസ്നേഹം ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല.
നമ്മളിൽ ദൈവസ്നേഹം ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കാതെ വരിക. ദൈവസ്നേഹം ഇല്ലാത്തവർ മറ്റുള്ളവരിൽ സ്നേഹം കണ്ടെത്തുവാനായിട്ട് അവർ കടന്നു പോകും. അങ്ങനെയുള്ളവരാണ് ചതിയിലും വഞ്ചനയിലും ഒക്കെ ചെന്നപ്പെടുന്നത്. ഇവിടെ ദൈവത്തിൽ നിന്ന് സ്നേഹം ലഭിച്ചവര് മറ്റു സ്നേഹങ്ങളിലേക്ക് ഒരിക്കലും കടന്നു പോകത്തില്ല. ദൈവത്തിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവരാണ് സൃഷ്ടവസ്തുക്കളെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് സ്നേഹം നമുക്ക് ലഭിക്കാതെ പോകുന്നത്. ലോകത്തുള്ള വസ്തുക്കളെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെക്കാൾ ഉപരിയായി സൃഷ്ടവസ്തുക്കളെ സ്നേഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല, അവരോട് കൂടെ ഉണ്ടായിരിക്കത്തില്ല. ആ ദൈവസ്നേഹം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുവാനായിട്ട് കടന്നു പോകുന്നത്. അങ്ങനെ സ്നേഹം സ്വീകരിച്ച് കടന്നു പോകുന്ന വ്യക്തികളാണ് വലിയ ചതിയിലും വഞ്ചനയിലും ഒക്കെ ചെന്ന് പെടുന്നത്. അപ്പം നമ്മളിൽ ദൈവസ്നേഹം നിറയപ്പെടണമെങ്കിൽ ദൈവം എന്താ പറയുന്നത്? സ്ലിഹായിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരിക, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരിക, സൃഷ്ടവസ്തുക്കളെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവരിൽ വെളിപ്പെടുന്നില്ല. വീണ്ടും സ്നേഹ പറയുക, ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവരിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്, ലൗകികമായതാണെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ഇതെല്ലാം ലോകത്തിൻ്റെതാണ്. കണ്ണിൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ജഡികമാണ്, അത് ലോകത്തിൻ്റെതാണെന്ന് ശ്രീഹ നമ്മെ ഓർമ്മപ്പെടുത്തി. കണ്ണിൻ്റെ ആഗ്രഹം, കാണുന്നതെല്ലാം നമ്മൾ ആഗ്രഹിക്കുക, അത് വേണം ഇത് വേണം, മറ്റുള്ളവരുടെ എല്ലാം നമ്മുടെ കൈവശം വരണമെന്നുള്ള ആ ദുരാശ പ്രിവിടരെ അത് ആരുടെയാ? ലോകത്തിൻ്റെതാണ്, സാത്താൻ്റെതാണെന്ന് ശ്രീഹ നമ്മെ ഓർമ്മപ്പെടുത്തുക. ജീവിതത്തിൻ്റെ അഹന്ത, നമ്മൾക്ക് എല്ലാം നേടിക്കഴിയുമ്പോൾ ഇനി ഒന്നും നേടിയില്ലെങ്കിൽ പോലും അഹങ്കാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കത്തില്ല, അത് ലോകത്തിൻ്റെതാണ്, പിശാചിൻ്റെതാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുരാശകളെയാണ് ഈശോ മരുഭൂമിയിലെ പരീക്ഷണത്തിലൂടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടുന്ന് തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുകയാണ്. ഈ 50 നോയമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദുരാശകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകേണ്ടത്. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് ദൈവമക്കളിൽ ഉണ്ടാകേണ്ടത്. ആത്മീയമായ വളർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവം അനുവദിച്ചിരിക്കുന്ന എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നുപോകും, പക്ഷേ ദൈവഹിതം, ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറ്റപ്പെട്ടാൽ അത് നമ്മളിൽ എന്നും നിലനിൽക്കുമെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയും. അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടേ? കർത്താവിൻ്റെ ഹിതപ്രകാരമാണ് ജീവിക്കേണ്ടത്. അവിടെ എല്ലാം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മരുഭൂമിയിൽ വലിയ പ്രലോഭനം ഉണ്ടാകുന്നുണ്ട്. മരുഭൂമിയിൽ ആ വലിയ പരീക്ഷണത്തിൽ ഈശോയ്ക്ക് 3 തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ശരീരത്തിൻ്റെ പ്രവണത. അതിനെന്തുകൊണ്ട് നേരിട്ടു? വചനം കൊണ്ട് തന്നെ. ശരീരത്തിൻ്റെ പ്രവണത വരുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കണ്ടേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് ശക്തമായി ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ ഉരുവിടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് ശക്തി തരികയാണ്. ഈശോ വചനം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടി? പിതാവായ ദൈവം വചനത്തിലൂടെ പുത്രനായ യേശുക്രിസ്തുവിനോട് നമുക്ക് വചനം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പിശാചിന്റെ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട്. ഈ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയാലോ ദൈവഹിതം നമ്മളിൽ നിറവേറപ്പെടുന്നില്ല. ശരീരത്തിന്റെ പ്രവണതയ്ക്കനുസരിച്ച്, ശരീരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവാനുഗ്രഹം വെളിപ്പെടുന്നില്ല, അല്ലെ ദൈവാനുഗ്രഹം നമ്മളിൽ നിറവേറ്റപ്പെടുന്നില്ല. ആത്മീയമായിട്ട് വളർച്ചയുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി പറഞ്ഞൊരു കാര്യമാണ്. ഒരു ചെറിയ നുണ പറഞ്ഞു. അപ്പോൾ ആ സഹോദരിക്ക് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശുശ്രൂഷയിൽ ആ സഹോദരി ഉള്ളിലേക്ക് കടന്നു വന്നൊരു ബോധ്യമാണ്, നുണ പറഞ്ഞാൽ ആ ജ്ഞാനത്തിന് ആ ഹൃദയത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തില്ല.
കപട ഹൃദയത്തില് ജ്ഞാനം പ്രവേശിക്കപ്പെടുന്നില്ല എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, നുണ പറയുന്ന ഹൃദയത്തില്, നുണ പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശരീരത്തില് ജ്ഞാനത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പൊ ചെറിയൊരു കാര്യമാണ്, തമാശനായിട്ടാണെങ്കിൽ ഒരു ചെറിയ നുണ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ നമ്മളിൽ വെളിപ്പെടുവാൻ ഈ പാപം നമുക്ക് തടസ്സമായിട്ടിരിക്കും. ജഡത്തിന്റെ ഏതെല്ലാം പ്രവണത ഉണ്ടാകും. നമ്മൾ 50 ദിവസം നമ്മൾ നോയമ്പെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചൊല്ലി പറയും, ഞാൻ മദ്യം 50 ദിവസത്തിന് മാറ്റിവെക്കുകയും. പക്ഷെ ദുരാശ വിട്ടുപോകുന്നില്ല. ഒരു വലിയ കടബാധ്യതയിൽ അകപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹം ഒത്തിരിയേറെ വീടുകൾ ഇങ്ങനെ പണിത് വിൽക്കുന്ന വ്യക്തിയാണ്. വില്ലുകൾ പണിത് വിൽക്കുക. ഒരു സമയത്ത് 3-4 വില്ലുകൾ പണിത് കഴിഞ്ഞപ്പം അതെല്ലാം ബ്ലോക്കായിപ്പോയി. ഒരെണ്ണം പോലും വിൽക്കുന്നില്ല. ജപ്തിയുടെ വാക്കിൽ നിൽക്കുകയും. എന്നോട് വെച്ചൊന്ന് പ്രാർത്ഥിക്കാവോ, ഞാൻ നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ മദ്യക്കുപ്പിയ ചീട്ട് കളിക്കുന്ന ചീട്ട് കാണിച്ചു തരിക. ഞാൻ ഒരു ചീട്ട് കളിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. തമാശായിട്ടാ. ഇവിടെ അതുപോലെ തന്നെ മദ്യപിക്കുന്ന ഒരു പ്രവണതയും ഈ സഹോദരന്റെ ജീവിതത്തിലുണ്ട്. വലിയ കടഭാരത്തിലേക്ക് കടന്നു പോവുകയും ഈ സഹോദരൻ ഞാൻ പറഞ്ഞു മദ്യം ഉപേക്ഷിക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. പെട്ടെന്ന് ഈ സഹോദരൻ എടുത്തു വായിക്കുക തന്നെ പറഞ്ഞു, ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ചോദിച്ചു, എത്ര കാലത്തേക്കാന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവ് പ്രേരണ, എത്ര കാലത്തേക്കാ? ഞാനൊരു 2 വർഷത്തിന് മദ്യം ഉപേക്ഷിക്കാം. ഇവിടെ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ സാധിക്കുന്നില്ല. 2 വർഷം കഴിയുമ്പോൾ വീണ്ടും പാപത്തിലേക്ക് കടന്നു പോകുവാനുള്ള ഹൃദയത്തിന്റെ പ്രവണത പ്രിയപ്പെട്ടവരെ ആ വ്യക്തി ജീവിതത്തില് ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയുവാൻ വേണ്ടി ഹൃദയതലങ്ങളിൽ ആ തിന്മയുടെ സ്വാധീനം വ്യാപരിക്കുന്നത് വിട്ടുപോകുന്നില്ല ഒരിക്കലും ജീവിതത്തിൽ നിന്ന്. മദ്യപാനി മദ്യഷാപ്പിന്റെ വാതിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്മെല്ലടിക്കുമ്പോൾ പോലും അതിനുള്ള പ്രവണത കടന്നു വന്നാൽ ആ ശരീരത്തിൽ നിന്ന് ഒരിക്കലും ജഡത്തിന്റെ പ്രേരണ വിട്ടുമാറിയിട്ടില്ല. ലോകത്തോടുള്ള താല്പര്യം ആ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് ആ വ്യക്തിയിൽ ഒരിക്കലും ദൈവാനുഗ്രഹം നിലനിൽക്കുന്നില്ല എന്നാണ് യോഹന്നാൻ ശ്ലീഹ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുന്നത്. ലോകത്തിലുള്ള വസ്തുക്കളെ ഹൃദയത്തിൽ സ്നേഹിച്ചാൽ ആ വ്യക്തിയുടെ കൂടെ ദൈവത്തിന്റെ സ്നേഹം വസിക്കുന്നില്ല. ആ വ്യക്തി എന്തിനാ സ്നേഹിക്കുന്നത്? മദ്യത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജഡിക പാപങ്ങളെ സ്നേഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹം ആ വ്യക്തിയിൽ നിലനിൽക്കുന്നില്ല. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, കൃപ വ്യാപരിക്കപ്പെടട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. ഇവിടെ പ്രേരണയുണ്ടായി, വിശപ്പുണ്ടായി, ശരീരത്തിന്റെ പ്രേരണ അവിടെ ഉണ്ടാവുകയാണ്. ആ പ്രേരണ ഉണ്ടായപ്പോഴാണ്, പ്രവണത ഉണ്ടായപ്പോഴാണ് പ്രലോഭകൻ അടുത്തു ചെന്ന് ആവശ്യപ്പെടുന്നത്, ഈ കല്ലുകളോട് അപ്പമാകുവാൻ പറയുക. ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോ 40 ദിനരാത്രങ്ങളിൽ ഉപവാസമെടുത്ത് ഈ പരീക്ഷണത്തെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ മനുഷ്യന്റെ ജഡികമായ പ്രവണതകളെ കർത്താവിന് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഈശോ എന്തിനാ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചതിനു വേണ്ടിയിട്ടാ? ഈ ജഡികമായ പ്രവണതകളെ ഇല്ലായ്മ ചെയ്യുവാൻ, ജഡത്തിന്റെ പ്രേരണകളെ ഭൂമിയിൽ വന്ന് മനുഷ്യനായി അവതരിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടുന്ന് കുരിശിൽ അവയുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ക്രിസ്തുനാഥൻ അപ്പത്തിലൂടെ ഉദാശകളിലൂടെ നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ശരീരത്തിൽ വസിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രേരണകളെ, ശരീരത്തിന്റെ പ്രേരണകളെ ഇല്ലാതാക്കുവാൻ ക്രിസ്തു സാന്നിധ്യത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് പാപത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയി പിതാവിന്റെ വലത്തുഭാഗത്ത് ഭൂഷണായിരിക്കുന്ന യേശു ക്രിസ്തു ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ജഡത്തിന്റെ പ്രേരണകളെ ഇല്ലായ്മ ചെയ്യുവാൻ കുർബാനയിലൂടെ അപ്പത്തിലൂടെ കടന്നു വരുന്ന ക്രിസ്തു സാന്നിധ്യത്തിന് സാധിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരം ഉയർത്തി സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. പ്രലോഭനങ്ങള് യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പിന്നെ പിശാച് അവനെ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും, ലോകത്തിൻ്റെതായ എല്ലാ സൗഭാഗ്യങ്ങളും സുഖങ്ങളും അവനെ കാണിച്ചു കൊടുത്തു. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രലോഭനോ, വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് സാത്താൻ വെച്ച് നീട്ടും. ഇത് വലിയ കടബാധ്യതയിലേക്ക്, വലിയ പ്രശ്നത്തിലേക്കൊക്കെ എത്തിച്ചേരുകയാണ്. ചില പ്രേമബന്ധങ്ങൾ ഉന്നതമായ ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു പെൺകുട്ടി ഇവിടുന്ന് ബാംഗ്ലൂർ പഠിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ നഴ്സിങ്ങിന് പോയി. അവിടെ MBAക്ക് പഠിക്കുന്ന ഒരു പയ്യൻ, അതുപോലെ ഒത്തിരിയേറെ ഹോട്ടലൊക്കെ, ഒത്തിരി ഉടമയുടെ മകനാണ്. ഒരു 14-15 ഹോട്ടലുകളോ ആ അപ്പനുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപകളൊക്കെ കൊടുത്ത് ഈ മകനെ ഓരോ മാസങ്ങളിൽ വിടുന്നത്. ഇവിടെ ഇവനുമായിട്ട് ഇവളൊരു ദിവസം ബസ്സിൽ പോകുമ്പോൾ പരിചയപ്പെടുകയാണ്. അങ്ങനെ പരിചയപ്പെട്ട് ഇവര് ഒരു വീടെടുത്ത് ഒരു വീട്ടിൽ ഏകദേശം ഇവിടെ ഒരു 6 വർഷത്തോളം അവിടെ താമസിച്ചു. ഇവള് പാസ്സാകണ്ടേ, ഒരുമിച്ച് താമസിക്കുക. അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഇവളുടെ വീട്ടിലുള്ളവര് ഇവളോട് പറഞ്ഞു കൊടുക്കുന്നത്, നീ പിടിച്ചിരിക്കുന്ന പുളുങ്കമ്പില, അതുകൊണ്ട് നീ ഒരു കാരണവശാലും വിട്ടുപോകരുതെന്ന് പറഞ്ഞു. പ്രലോഭനോ, ഉന്നതമായ ഹോട്ടൽ ശൃംഖലകളെ ഇവൾക്ക് കാണിച്ചു കൊടുക്കുക. ആ വലിയൊരു സാമ്രാജ്യത്തെ ഇവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഇവൾക്ക് കാണിച്ചു കൊടുക്കുക. കുടുംബത്തിലുള്ള മക്കൾക്ക്, അപ്പനും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അമ്മ ഇപ്പൊ ശക്തമായിട്ട് പറഞ്ഞു, മോളെ നീ വിട്ടുപിരിഞ്ഞു പോകരുത്, അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 6 വർഷം ഇവളവിടെ പഠിച്ച് ഒരു തരത്തില് പാസ്സായി ഇവള് നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ആ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. പിന്നീട് ഇവള് മറ്റൊരു പ്രേമബന്ധത്തിലേക്ക് കടന്നുപോയി. ഒരു ദരിദ്ര കുടുംബത്തില് മദ്യപാനിയായിട്ടുള്ള അപ്പൻ, ഈ ചെറുക്കന് മദ്യപാനിയ, ഒരു ചുമട്ടുതൊഴിലാളിയെ പ്രിയപ്പെട്ടവരെ ഈ സഹോദരി വിവാഹം കഴിക്കേണ്ട ഗതികേടിലേക്ക് കടന്നുപോയി. ഇവിടെ ഇപ്പോൾ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പലരും ശ്രമിച്ചെങ്കിലും എൻ്റെ അടുത്ത് വരുവാൻ ഇവർക്ക് സാധിച്ചില്ല. ഒരു ദിവസം കൊണ്ടുവരാനിരുന്ന ദിവസത്തിൽ അന്ന് രാത്രിയിലാണ് ഇവിടെ പിറ്റേ ദിവസം രാവിലെ അവർ സമയമെടുത്ത് 8 മണിക്ക് കൊണ്ടുവന്നിട്ടെന്ന് ചോദിച്ചു. അന്ന് രാത്രിയിൽ ഇവൾ ഒളിച്ചോടിപ്പോയി അവനുമായിട്ട് വിവാഹം കഴിച്ചു, രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ സാത്താൻ കൊണ്ട് കാണിക്കുന്ന ഉന്നതമായ ഹോട്ടൽ ശൃംഖലകളെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വലിയ സാമ്രാജ്യത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവസാനം സാത്താൻ കൊണ്ടുവന്ന് എത്തിച്ചത് ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും മദ്യപാനത്തിന്റെയും കലഹത്തിന്റെയും ഒരവസ്ഥയിലേക്ക് കൊണ്ട് ആ സഹോദരിയെ തള്ളിയിടുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, പ്രലോഭനത്തെ അതിജീവിക്കുവാൻ ക്രിസ്തു നമുക്ക് നേടിത്തന്നിരിക്കുന്ന ആ വലിയ അഭിഷേകത്തെ സ്വന്തമാക്കിയാൽ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി കിട്ടും. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് ശരീരത്തിന്റെ പ്രവണതകള്, കണ്ണിന്റെ ആഗ്രഹങ്ങള്, കാണുന്നല്ല സ്വന്തമാക്കണമെന്നുള്ള വ്യഗ്രത, അത് പിശാചിൻ്റെതാണെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രവണതകളെയാണ് ഈശോ 40 ദിനരാത്രങ്ങള് ഉപവസിച്ചുകൊണ്ട് ശരീരത്തിന്റെ പ്രവണതയും കണ്ണിന്റെ ദുരാശയും ജീവിതത്തിന്റെ അഹന്തയും അവിടുന്ന് ദൈവമക്കളില് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടുന്ന് പരിശുദ്ധ കുർബാനയായി, വചനമായി, അപ്പമായി ഇന്ന് അവിടുന്ന് ശരീരത്തിൽ വസിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എല്ലാം മേൽ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിനക്ക് ഉള്ളവർക്ക് ഞാൻ അത് കൊടുക്കും. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ അത് കൊടുക്കും. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആരാധിക്കുക. അമ്മയും അപ്പനും കുടുംബവും ആരാധിച്ചപ്പോ പ്രിയപ്പെട്ട അവസാനം കണ്ണുനീരിന്റെ പടുകുഴിയിലേക്ക് കടന്നു ചെന്നിരിക്കുകയാണ് സംഭവിക്കുന്നത്. ഇതാണ് പ്രലോഭനം. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഒരു സാക്ഷി എഴുതി തന്നിരിക്കുക. ആ പയ്യന്റെ സാക്ഷി പ്രകാരമാണ് ഏകദേശം ഒരു 10ാം ക്ലാസ് വരെ ലോകത്തിന്റെ പ്രവണതകളിലേക്ക് കടന്നുപോയി. അപ്പോൾ അവന് 55% മാർക്കാണ് അവന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ അവന് മനസ്സിലായി, ലോകത്തിൻ്റെതായ മോഹങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിന് 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവാനുഗ്രഹം കിട്ടത്തില്ല എന്നൊരു ബോധ്യം പരിശുദ്ധാത്മാവ് ഇവന്റെ ഉള്ളിൽ നിന്ന് ഇവന് കൊടുത്തു. ഇവിടെ ഇവന് ആ സമയം മുതൽ യേശു ക്രിസ്തുവിന് 1ാം സ്ഥാനം കൊടുക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധമായ ദേവാലയത്തിൽ പോയി അവൻ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ തുടങ്ങി. ഇവിടെ അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇവന് യാതൊരുവിധ ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ല.
അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുക്കുക. നീ പരിശുദ്ധമായ ദേവാലയത്തിൽ പോയി നീ വചനം കേൾക്കാനായിട്ട് പ്രലോഭനം കൊടുക്കുക. ഇവിടെ അങ്ങനെ ഇതുപോലെ വചന പ്രഘോഷണത്തിലേക്ക് ഇവൻ കടന്നു വന്ന് വചനം കേട്ടു. എന്നിട്ട് ഇവൻ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനങ്ങൾ കേട്ടുകൊണ്ട് ആ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, +2 10ാം ക്ലാസ്സിലെ മാർക്ക് വന്നപ്പോൾ ഇവന് 85% മാർക്കോടെ ഇവൻ വിജയിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, അവന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ഇവൻ അഡ്മിഷൻ കിട്ടിയപ്പോൾ പ്രിയപ്പെട്ടവർ, പള്ളിയിൽ പോകാനുള്ള എല്ലാ ദിവസവും പരിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള വലിയൊരു അഭിഷേകവും ദൈവമായ കർത്താവ് അവന് കൊടുത്തു. അവൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, യേശു ക്രിസ്തുവിനെ 1ാം സ്ഥാനം കൊടുത്തു. ഞാൻ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ലോകത്തോടുള്ള താല്പര്യത്തെ പരിപൂർണമായി വീക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ അത്ഭുത ശക്തി, ഉദ്ധാനത്തിന്റെ ദൈവിക രഹസ്യം തന്റെ ശരീരത്തിൽ തന്റെ പ്രവൃത്തികളിൽ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് വലിയ വിജയമായിട്ട് മാറ്റപ്പെട്ടു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിന്റെ പ്രവണത അനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരികയാണ്. മദ്യവും മയക്കുമരുന്നും ജഡിക സുഖങ്ങളിലും ഒക്കെ ജീവിക്കുക, സ്വയംഭോഗത്തിലും സ്വവർഗഭോഗത്തിലും വ്യഭിചാരത്തിലും ഒക്കെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ ഒരിക്കലും വെളിപ്പെടുന്നില്ല. പ്രലോഭനോ സുഖത്തിന്റെ അങ്ങേയറ്റം വരെ, ചിലർ പറയും സുഖിച്ച് അങ്ങേയറ്റം വരെ ഈ ലോകത്ത് ജീവിക്കുന്ന സമയങ്ങളിൽ നന്നായിട്ട് സുഖിച്ച് ജീവിക്കണം, ഈ ലോകത്തിൻ്റെതായ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വർഗീയ സൗഭാഗ്യങ്ങളാണ്. മഗ്ദല കാര്യം അറിയും ഇതാ സംഭവിച്ചത്, അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതാ. അവളുടെ ശരീരത്തിൻ്റെതായ എല്ലാ സുഖങ്ങളും അവൾ അനുഭവിച്ചപ്പോൾ അവളുടെ ശരീരത്തിൽ 7 പിശാചുകൾ ആവസിക്കപ്പെട്ടു. സംഭവിക്കുന്നത് വേറെ ഒന്നുമല്ല, ശരീരത്തിന്റെ പ്രവണത അനുസരിച്ച് മദ്യപാനി മദ്യപിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവർ ഏകദേശം 64ഓളം വചനങ്ങൾ ലംഘിക്കുക. ഒരു വചനം ലംഘിക്കുമ്പോൾ ആ വചനം ലംഘിക്കുന്നതിലൂടെ തിന്മ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. ഇതിന്റെ അവസാനം എന്താ? യെശയ്യാ പറയുക, കീറത്തുണി കൊടുക്കേണ്ടി വരും. മദ്യപാനി നിനക്ക് ദുരിതം, നീ നശിക്കുമെന്ന് ദൈവത്തിന്റെ നിനക്ക് ദൈവരാജ്യം അവകാശമായിട്ട് ലഭിക്കപ്പെടുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ഈ വചനം ലംഘിക്കുമ്പോൾ അഭിഷേകം നമുക്ക് നഷ്ടപ്പെടുകയും, പല കുടുംബങ്ങളിലും ദൈവാനുഗ്രഹം നഷ്ടപ്പെടാൻ കാരണം എന്താ? ദൈവത്തിന്റെ വചനം ലംഘിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവം ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അന്യമാകും. നമ്മൾ പീഡിപ്പിക്കപ്പെടും. കാരണം നമ്മൾ മദ്യപിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലുള്ള പിശാച് നമ്മളെ പീഡിപ്പിക്കും. ദൈവം പീഡിപ്പിക്കുമെന്ന മനുഷ്യൻ പറയുന്ന ദൈവം പീഡിപ്പിക്കുന്നു. പക്ഷെ പീഡിപ്പിക്കുന്ന ആരാ? പിശാച് മനുഷ്യനെ പീഡിപ്പിക്കുക. നുണ പറയുന്ന ഒരു വ്യക്തി ദിവസവും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈ നുണയ്ക്ക് നുണ പറയുവാൻ പ്രേരണ കൊടുക്കുന്ന പ്രലോഭകൻ ശരീരത്തിലിരുന്നു കൊണ്ട് ആ വ്യക്തിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവാലയത്തിലേക്ക് പോകാനോ ദൈവത്തെ സ്വന്തമാക്കുവാനുള്ള ആ പ്രവണത നഷ്ടപ്പെടുത്തി കളയും. ഇതാ സംഭവിക്കുന്നത്. പാപം ചെയ്യുമ്പോൾ പിശാചുള്ളിൽ കയറും, കർത്താവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കളയുമെന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ പ്രലോഭനത്തെ അതിജീവിച്ചാലേ ഉള്ളൂ നമുക്ക് ശക്തി ലഭിക്കപ്പെടത്തുള്ളൂ. ഈ ശക്തി ഇവിടുന്ന് കിട്ടുന്ന ഈ പ്രലോഭനത്തെ അതിജീവിച്ചവൻ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടുന്നത് എന്തുകൊണ്ടാ? അഭിഷേകം കിട്ടുന്നത് എന്തുകൊണ്ടാ? ക്രിസ്തു സാന്നിധ്യം ദൈവമക്കളുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ്. ആ ശരീരത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോഴാണ് രോഗശാന്തി ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥി, ദൈവമേ നിന്റെ സാന്നിധ്യവും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ശക്തിയും ഈ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില മദ്യപാനത്തിന്റെ അരൂപികൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന കാണാനായിട്ട് സാധിക്കും. പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇന്ന് ജഡികമായ പ്രേരണകൾ കൂടി വരുന്ന സമയങ്ങളാണ്. സൂക്ഷിക്കേണ്ട കാലഘട്ടം. മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഇന്ന് പെരുകി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജഡത്തിന്റെ പ്രേരണ കൂടിക്കൂടി വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പിശാച് നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക്, വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥകളിലേക്ക് പിശാച് നമ്മളെ കൊണ്ടുപോകും. ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുക, ഈ 50 നോയമ്പില് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യമാണ്, ഈശോ അതിജീവിച്ചതുപോലെ ഈ പിശാചിന്റെ എല്ലാ പ്രേരണകളെയും അതിജീവിച്ചുകൊണ്ട് പിതാവിന്റെ മഹത്വത്തിൽ ഭൂമിയിൽ നിലനിൽക്കുവാനുള്ള ആ വലിയ ദൈവിക കൃപയാണ് ഞാനും നിങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കേണ്ടത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, നിന്നെ രക്ഷിക്കുവാൻ അവിടുന്ന് ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടി പറയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവപുത്രന പ്രലോഭനത്തിന്റെ വലിയ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൂതന്മാരോട് കൽപ്പിച്ചാൽ ദൂതന്മാർ വന്ന് നിന്നെ കൈകളിൽ വഹിച്ചോളൂ. ഇവിടെ ചില പ്രവർത്തികളിലേക്ക് എടുത്തു ചാടാനായിട്ട് പ്രേരണ തരുന്ന ആരാ? പിശാച. പാപത്തിന്റെ ചില നൈമിഷിക സുഖങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആസ്വദിക്കാൻ എടുത്തു ചാടിക്കോളാൻ പറയുന്നത് ആരാ? പിശാച് പറയുക, നീ ദൈവത്തെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നീ കൽപ്പനകളും പ്രമാണങ്ങളൊന്നും അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ആരെ ഭയപ്പെടണം? നീ താഴേക്ക് ചാടിയാൽ നിനക്കൊന്നും വരത്തില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട നമുക്ക് നഷ്ടമാകുന്നത് ദൈവരാജ്യവാ. പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ആ കൃപ 50 നോയമ്പിന്റെ സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ദൈവരാജ്യം നഷ്ടപ്പെടുന്ന എപ്പോഴെന്നറിയുമോ? നോയമ്പ് വീടുന്നതിനോടുകൂടി ഈ ദൈവരാജ്യം നമുക്ക് അന്യമാവുക, നഷ്ടപ്പെടുക. കഷ്ടപ്പെട്ട് കാരണന്മാര് സമ്പാദിച്ചിട്ട് മക്കൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി നോയമ്പെടുത്ത് പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ദൈവരാജ്യം, സമ്പാദിക്കുന്ന ദൈവരാജ്യം 50 നോയമ്പ് കഴിയുമ്പോൾ മധ്യത്തിലേക്കും പാപാവസ്ഥകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഈ ചൈതന്യത്തില് നിലനിൽക്കുവാനുള്ള കൃപയാണ് യേശുനാഥൻ നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ജഡത്തിന്റെ പ്രേരണ അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും വ്യാപരിക്കരുത്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ സഭാമക്കളോട് ആവശ്യപ്പെടുകയാണ്. ജഡികമായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ശരീരത്തെ വിട്ടുകൊടുക്കരുത്. ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് ദൈവം മുന്നറിയിപ്പ് തരിക. കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച്. വിശുദ്ധ ചാവറ പിതാവ് ദൈവത്തിന്റെ ആലയമായ തന്റെ ശരീരത്തെ കാത്തു പരിപാലിച്ചു. പ്രലോഭനങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലാതെ, പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് മാമോദീസായിൽ ലഭിച്ച വരപ്രസാദത്തെ നഷ്ടപ്പെടുത്തി കളയാതെ തന്റെ ശാരീരിക വിശുദ്ധിയെ കാത്തു പരിപാലിച്ചപ്പോൾ സ്വർഗരാജ്യത്തിന് അവകാശിയായി ഭൂമിയിൽ ദൈവം കടന്നു വരുവാൻ തന്റെ ശരീരം കാരണമായി തീരുകയെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ചാവറ പിതാവിനെ പോലെ വിശുദ്ധിയോടെ ഈ പരിശുദ്ധമായ ദേവാലയത്തില് ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ ദൈവ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവസന്നിധി ദൈവത്തിന്റെ മക്കള് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കും. കരമുയർത്തി ഒന്ന് സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകളഴിയട്ടെ, പ്രലോഭനങ്ങൾ അതിജീവിക്കുവാനുള്ള ദൈവശക്തി ഞങ്ങളിലേക്ക് ആവശ്യിക്കപ്പെടട്ടെ. ജഡത്തിന്റെ എല്ലാ പ്രേരണകളും നീങ്ങിപ്പോകട്ടെ, കണ്ണിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീങ്ങിപ്പോകട്ടെ, ജീവിതത്തിന്റെ അഹന്ത ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ഈശോയെ, അവിടുത്തെ പോലെ കുരിശു മരണത്തോളം അനുസരണയുള്ളവനായി നിന്നുകൊണ്ട് അവിടുത്തെ പിതാവിന്റെ ഹിതം നിറവേറ്റിയതുപോലെ അവിടുന്ന് നിലവിളിച്ചു പോയി, ഏലേൽ ലമാ സബ്ദാനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ ഈശോ പറയുക, എന്റെ ആത്മാവിനെ ആ പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ജീവൻ വെടിഞ്ഞു. മക്കളെ, കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, കുരിശുമരത്തിൽ ഈശോ ബലി അർപ്പിക്കുന്ന സമയത്തും അവിടെ പ്രലോഭനം ഉണ്ടാവുകയാണ്. പിതാവേ, അവിടുന്ന് എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്ന നിമിഷം, പ്രിയപ്പെട്ടവരെ, ആ നിമിഷം തന്നെ ഈശോ പറയുകയാ, എന്റെ ആത്മാവിനെ പിതാവെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ജീവൻ വെടിഞ്ഞു. ആ പ്രലോഭനത്തെയും അവിടുന്ന് കുരിശിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സഹനത്തിന്റെ മധ്യത്തിൽ കടക്കുമ്പോഴും സഹനത്തിന്റെ തീച്ചൂളിൽ കടന്നു പോകുമ്പോഴും ഞാനും നിങ്ങളും കർത്താവിനോട് ചോദിക്കും, ദൈവമേ, നീ എന്നെ കൈവിട്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം പോലെ ഉണ്ടാകുന്ന ആ പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ടാണ് ക്രിസ്തു കാൽവരിയിൽ ബലിയായി തീർന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, 50 നോയമ്പിന്റെ സമയത്ത് 3 കാര്യങ്ങളാണ് നമ്മുടെ
ഒത്തിരി വിശ്വാസത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന യേശുവിനെ നമുക്ക് നോക്കി കണ്ടുകൊണ്ട് ആരാധിക്കുക. കൂടെ ആയിരിക്കുന്ന ദൈവം, കൂടെ വസിക്കുന്ന ദൈവം, കൂട്ടിന് വരുന്ന ദൈവം, നമുക്ക് മുമ്പേ പോകുന്ന ദൈവം, നമ്മുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവം, കണ്ണു തുറന്ന് ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ നമുക്ക് ദർശിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. പദമലരിൽ എല്ലാവരും താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൾ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. സ്വരമുയർത്തി എൻ മനസ്സിൽ നീ നീണാൾ വാഴണം. എല്ലാവരും ചേർന്ന് ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എല്ലാവരും എൻ മനസ്സിൽ നീ നീണാൾ വാഴണം. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്. ആരെല്ലാം അധരം തുറന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരിലേക്കെല്ലാം ശക്തി വന്നു നിറയുന്നതായി പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വരമുയർത്തി പ്രാർത്ഥിക്കുകയാണ്. യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ. എൻ പാപമെല്ലാം മായ്ച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമാ. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമാ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥ സ്വരമുയർത്തി നിന്നിൽ ചേരണം. എല്ലാവരും ചേർന്ന് എൻ മനസ്സിൽ നീ സ്വയം നീണാൾ വാഴണം. ആത്മനാഥ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൾ വാഴണം. അഭിഷേകം നിറയുകയും കൃപ വ്യാപരിക്കപ്പെടുകയും സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടാത്തതാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണമെന്ന് സങ്കീർത്തകൻ പറയുകയും അവിടുത്തെ നോക്കാത്തത് കൊണ്ടാണ് നിന്നിൽ പ്രകാശം വെളിപ്പെടാത്തത്. സങ്കീർത്തകൻ പറയുക അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവരിൽ നിന്നെല്ലാം ലജ്ജാകരമായതെല്ലാം വിട്ടുപോയി, ലജ്ജയെല്ലാം അവരിൽ നിന്ന് വിട്ടുപോയി. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവരൊരിക്കലും ലജ്ജിതരാവുകയില്ല. മക്കളെ തിരുവോസ്തിയിലേക്ക് നോക്കിയ വിശ്വാസത്തോടെ അപ്പത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുനാഥൻ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സൗഖ്യം നൽകുവാനായി തിരുവോസ്തിയിൽ
രക്തസ്രാവക്കാരി ആഗ്രഹിച്ചു അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊടാൻ പറ്റിയിരുന്നു എങ്കിൽ തീർച്ചയായും ഞാൻ സൗഖ്യം പ്രാപിച്ചേനെ. അവളുടെ ആഗ്രഹം സഫലമാകുകയും അവൾ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു. അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവൾ സൗഖ്യം പ്രാപിച്ചു. ഓരോ ദൈവത്തിലും ആഗ്രഹിക്കുകയും ഈശോയെ അങ്ങയൊന്ന് തൊടുവാൻ, അങ്ങയൊന്ന് അനുഭവിക്കുവാൻ, അവിടുത്തെ ശക്തി സ്വീകരിക്കുവാനുള്ള കർത്താവേ കൃപ ഞങ്ങൾക്ക് തരണേ. അതിന് തടസ്സമായിരിക്കും ഞങ്ങളുടെ പാപബന്ധനങ്ങൾ, പാപാവസ്ഥകൾ. കർത്താവേ, ഞങ്ങൾക്ക് പ്രലോഭനങ്ങളെ പലപ്പോഴും അതിജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. മക്കൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ജഡത്തിന്റെ എല്ലാ പ്രേരണയുണ്ട്, ജഡികമായ എല്ലാ സുഖങ്ങളും ആസ്വദിക്കുവാനുള്ള ഹൃദയത്തിന് താല്പര്യമുണ്ട്. മ്ലേച്ഛമായതെല്ലാം കാണുവാൻ കർത്താവെ കണ്ണുകൾക്ക് ആഗ്രഹമുണ്ട്. ലോകത്തിന്റെ സുഖങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുവാൻ, അതെല്ലാം സ്വന്തമാക്കുവാൻ കണ്ണുകൾക്ക് ആഗ്രഹമുണ്ട്. മക്കൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയെ ഈ 50 ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെയായി, നോയമ്പിലും ഒക്കെ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒത്തിരിയേറെ അശുദ്ധമായ ചിന്തകൾ കടന്നു വരുന്നുണ്ട്. അശുദ്ധമായത് പലതും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ഞങ്ങളെ അത് കീഴ്പ്പെടുത്തുന്നുണ്ട്. ജഡികമായ ഒത്തിരിയേറെ ദുരാശകളുണ്ട്. മദ്യത്തോട്, മയക്കുമരുന്നിനോടൊക്കെ താല്പര്യമാണ്. ഈശോയെ, ജഡത്തിന്റെ ദുരാശകളെല്ലാം ഞങ്ങളുടെ ശരീരത്തിലുണ്ട്. സ്വയംഭോഗത്തോട്, സ്വർഗഭോഗത്തോട്, വ്യഭിചാരത്തോട്, മൃഗഭോഗത്തോട് ഒക്കെ ഞങ്ങൾക്ക് താല്പര്യമാണ്. കർത്താവെ, ഭക്ഷണത്തോട് വലിയ ആസക്തിയാണ്. ഒത്തിരിയേറെ കൊതിയുണ്ട് കർത്താവെ. കാണുന്നില്ല സ്വന്തമാക്കുവാനുള്ള ആഗ്രഹം. കണ്ണിന് കർത്താവെ എല്ലാം സ്വന്തമാക്കാനുള്ള കണ്ണിന്റെ വലിയ ദുരാശ. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച ദൈവമക്കള്, കർത്താവെ ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ പ്രവണതകളെയും ശരീരത്തിൽ ഇല്ലായ്മ ചെയ്യണേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് ഭൗമിക മനുഷ്യനായി എന്നെ ഒരാത്മീയ മനുഷ്യനാക്കി അവിടുന്ന് ഉണർത്തണമേ, ഉയർത്തണമേ എന്ന് ദൈവസന്നിധിയിൽ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഈശോയെ, ശാരീരികമായ എല്ലാ പ്രവണതയും വിട്ടകന്നു പോകട്ടെ. അതെല്ലാം മക്കള് രോഗങ്ങളാണ്, അതെല്ലാം വലിയ തകർച്ചകളാണ്. അഹങ്കാരം വലിയ തകർച്ചകളിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് ഈശോ പറയുന്നത് കൊണ്ടാണ്. മക്കളെ ഉന്നതമായ ഒരു മലമുകളിൽ അല്ലെങ്കിൽ ഉന്നതമായ സ്ഥലങ്ങളിൽ കൊണ്ട് നിർത്തും, എല്ലാം കാണിക്കും. പക്ഷേ അത് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ വലിയ തകർച്ച ഉണ്ടാവുകയാണ്. പിതാവിന്റെ ഹിതം നിറവേറ്റേണ്ട പുത്രനെ വലിയ നാശത്തിലേക്ക് നയിക്കുവാൻ അവിശ്വാസി കൊണ്ടുപോയത്. മക്കളെ ഉന്നതമായ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി തെറ്റായ വഴികളൊക്കെ കാണിച്ചു കൊടുക്കും. അതിന്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ തകർച്ചയാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയും ഈ ഭൂമിയുടേതായ എല്ലാ സൗഭാഗ്യങ്ങളും സാത്താൻ ഈശോയെ കാണിച്ചു കൊടുത്തു. എന്നെ ആരാധിച്ചാല്, ഈ സമ്പത്തിന്റെ മേൽ കുമ്പിട്ടാല്, ഈ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സമ്പത്താണ് ദൈവമെന്ന് നീ ഏറ്റുപറഞ്ഞാല് നിനക്കെല്ലാം ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കാൻ സാധിക്കുമെന്ന് സാത്താൻ ഓർമ്മപ്പെടുത്തുകയും ഈശോ ഇതിനെല്ലാം പരാജയപ്പെടുത്തി. ദൈവശക്തിയാൽ ഇതിനെല്ലാം പരാജയപ്പെടുത്തുകയും 40 ദിനരാത്രങ്ങൾ ഈശോ വളരെ പാടുപീടുകളിലൂടെ കടന്നുപോയെ. അതിശക്തമായ പ്രലോഭനം ഈശോയ്ക്ക് ഉണ്ടായത്. പ്രിയ ദൈവജനമേ, ഈശോ തിരുവോസ്തിയായി വചനമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് വലിയ പ്രയാസമില്ല. കാരണം ഈശോ നമ്മുടെ ശരീരത്തിലുണ്ട്. ആഗ്രഹിച്ച മക്കളെ, ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് പിതാവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാലാണ്. പിതാവ് പറഞ്ഞ വചനങ്ങൾ, കൊടുത്ത വചനങ്ങൾ ഉരുവിട്ടപ്പോൾ സാത്താൻ ഓടിപ്പോയെ, എന്നേക്കുമായിട്ട് ഓടിപ്പോവുകയാണ്. ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുമ്പോഴും പരീക്ഷണമായിട്ട് അവിടെ കടന്നു വരുന്നുണ്ട്. നിനക്ക് സാധിക്കത്തില്ല. ഈശോയോട് പറയുകയാണ്, ഒരിക്കലും സാധിക്കത്തില്ല, ഇത് നടക്കുകയല്ല. ഈശോ അതിനെ അതിജീവിക്കുകയാണ്. പിതാവിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോ അപ്പന്റെ ആഗ്രഹം കടന്നു വരികയാണ്, അപ്പന്റെ ശക്തി കടന്നു വരികയാണ്, അപ്പന്റെ സാന്നിധ്യം കടന്നു വരികയാണ്, വചനം കടന്നു വരികയാണ്, യേശു ദൈവം കടന്നു വരികയാണ്. ആ ദൈവസാന്നിധ്യം കടന്നു വന്നപ്പോ പ്രിയ ദൈവജനമേ, കുരിശെടുക്കുവാനുള്ള ശക്തി, പിതാവായ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനുള്ള ആ ശക്തി പുത്രനായ യേശു ക്രിസ്തുവിനെ ലഭിക്കുകയാണ്. നടന്നു നീങ്ങുക, കാൽവരി മലയിലേക്ക് നടന്നു നീങ്ങുകയാണ്. കുരിശി കിടക്കുമ്പോഴും പ്രലോഭനം ഉണ്ടാവുകയാണ്. പിതാവ് എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുകയാണ്.
അപ്പോഴേ ഈശോ പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസ പൂർണ്ണത അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പനുണ്ടെന്നുള്ള വിശ്വാസം അവിടെ വെളിപ്പെടുത്തുക. എത്രമാത്രം നീ തകർന്നാലും നിനക്കെല്ലാം നഷ്ടപ്പെട്ടാലും നീ ആഴത്തിന്റെ ആടുകളിലേക്ക് അമർന്നില്ലായ്മ ചെയ്താലും നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ആത്മാവിനെ നീ സമർപ്പിക്കുവാൻ സന്നദ്ധനാണെങ്കിൽ കൈവിരിച്ച് നിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ തയ്യാറായ ദൈവമുണ്ട് നമ്മുടെ കൂടെ. മക്കളെ, യേശുണ്ട്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് 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 വിളിക്കാമോ? ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളേക്കാൾ, ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ശക്തിയോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സ്വരമുയർത്തി പരിശുദ്ധ പരമമാ പോരാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പൂർണ്ണ മനസ്സോടും എല്ലാവരും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആത്മാർത്ഥതയോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. കരമൊന്ന് നീട്ടിപ്പിടിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സാന്നിധ്യം നിറയുക. തന്റെ ജനത്തിൽ അവിടുന്ന് തന്റെ ശക്തി സാന്നിധ്യം വെളിപ്പെടുത്തുകയും രോഗികൾ പ്രാർത്ഥിക്കുക, അലർജി രോഗികൾ പ്രാർത്ഥിക്കുക, പാരമ്പര്യമായിട്ടുള്ള രോഗാവസ്ഥകൾ തമ്പുരാന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. മൂക്കിലൂടെ ഇങ്ങനെ ജലദോഷം പോലെ വെള്ളം ഒഴുകുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തി കർത്താവ് സുഖപ്പെടുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. മക്കൾ പ്രാർത്ഥിച്ചേ. ദൈവ സാന്നിധ്യം ദൈവമക്കളിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുക. അത്ഭുതകരമായ രോഗശാന്തി സംഭവിക്കുക. ശരീരത്തിലുള്ള അലർജി രോഗങ്ങള്, ത്വക്കിലുള്ള രോഗങ്ങള് ഈശോ പരിപൂർണമായിട്ട് സുഖപ്പെടുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരിക. ശരീരത്തില് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുക, വചനം വെളിപ്പെടുക. മരുന്നോ ലേപനൌഷധമല്ല, ദൈവത്തിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈശോയെ, വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശത്രുമേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കും. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. നിങ്ങൾ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ നിങ്ങൾ സംസാരിക്കും. ഈശോയെ, വചനശക്തി ഞങ്ങളുടെ ശരീരത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. പത്രോസിന് കൊടുത്ത ആ വലിയ അധികാരത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ജീവനിലും ഒക്കെ വെളിപ്പെടട്ടെ. കരം ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തിക്ക് ഉയർത്തി ഉയർത്തി പ്രാർത്ഥിച്ച് അത്ഭുതകരമായ ദൈവിക ശക്തി ദൈവജനത്തിലേക്ക് വ്യാപരിക്കുക. സ്വർഗത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് സമാഗമ കൂടാരത്തിലേക്ക് ആവശ്യിച്ചതുപോലെ
സമാഗമ കൂടാരത്തിലേക്ക് ആവസിച്ചതുപോലെ വലിയ സാന്നിധ്യവും ശക്തിയും ഇപ്പോൾ ഈ ആലയത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ജനത്തിൽ നിൽക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. കരമുയർത്തി ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാവരും ചേർന്ന് പറയാമോ? എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ശക്തിയോടെ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. സത്യസന്ധതയോടെ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇനിയും വിട്ടുകൊടുക്കാനുണ്ട്. കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. മനസ്സ് കുറച്ചുകൂടെ വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണ മനസ്സോടും ഈശോയെ, പൂർണ്ണ ഹൃദയമോടും ദൈവമേ, പൂർണ്ണാത്മാവോടും യേശുവേ, ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാവരും ചേർന്ന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും യേശുവേ, പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, കരവീശിക്കൊണ്ട് എന്നും അങ്ങേക്കാരാധന. എല്ലാവരും ചേർന്ന് പരിശുദ്ധ പരമമാ ഈശോയെ, ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. യേശുവേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. വലിയ ദാരിദ്ര്യത്തെ കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചൊരു കുടുംബത്തിലെ വലിയ ദാരിദ്ര്യം, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വിഷമിക്കുന്ന സാഹചര്യത്തിലേക്ക് കുടുംബം കടന്നു പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വേദനിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചിരുന്ന കരമുയർത്തി ദാരിദ്ര്യത്തിൻ്റെ ആ ദുഷ്ടാരൂപി കുടുംബത്തിൽ നിന്ന് അകന്നു പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സമൃദ്ധിയുടെ ദൈവം, സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് വലിയ ദാരിദ്ര്യം കുടുംബത്തിൽ നിന്ന് നസ്രായനായ യേശുവിന്റെ നാമത്തില് വിട്ടകന്നു പോകുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു,
ഈശോയേന്ന് വിളിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരം അടിച്ച് പാടി പ്രാർത്ഥിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നന്ദി പറഞ്ഞ മക്കളെ, നമ്മെ കാണുന്ന ദൈവം, നമ്മുടെ വേദന അറിയുന്ന ദൈവം, നമ്മുടെ വിഷമതയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, നമ്മുടെ ദാരിദ്ര്യത്തെ ഏറ്റെടുക്കുന്ന ദൈവം, നഗ്നനായി കുരിശ് കിടന്നുകൊണ്ട് അവിടുന്ന് ഇല്ലായ്മകളെ മുഴുവൻ ഏറ്റെടുത്ത ദൈവം, ആ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് തെരഞ്ഞെടുത്തത് അപ്പത്തിന്റെ രൂപത്തില് തിരുവോസിയായി അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് സകല ദാരിദ്ര്യത്തെയും ഇല്ലായ്മ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ദൈവത്തെ ഒരിക്കൽ കൂടി വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ മക്കളെ? സ്വരമുയർത്തി വിളിക്കാമോ? ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനെ. ധനബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനെ. മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും, മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. എല്ലാവരും ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. എല്ലാവരും സ്വരമുയർത്തി പാടി പ്രാർത്ഥിക്കുക. ആരെല്ലാം കീർത്തനം ആലപിച്ച് ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിലേക്ക് എല്ലാം ഈശോ കടന്നു വരുന്നുണ്ടോ? ആ വലിയ വിശ്വാസത്തോടെ എല്ലാവരും ഒന്ന് ചേർന്ന് ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ ശക്തിയോടെ. കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെ പോൽ, ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെ പോൽ ജീവനിലെന്നും ആരാധിച്ചിടാം. ജീവനിലെന്നും ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ചേർന്ന് പാടാമോ? ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. കൃപ വ്യാപരിക്കുന്നു, ശക്തി വ്യാപരിക്കുന്നു. കാലില് ശരീരത്തിലെ നീര് കെട്ടി നിൽക്കുന്ന വ്യക്തികളെ ഈശോ സുഖപ്പെടുന്നതായിട്ട് ഒന്നിലധികം പേരുടെ ശരീരത്തിൽ നിന്ന് നീര് വിട്ടുപോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കരമുയർത്തി ഒന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. 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 കരമടിച്ചു എല്ലാവരും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം വല്ലഭനാമൻ രക്ഷകനേശുവിന്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം
വല്ലഭനാമൻ രക്ഷകനേശുവിന്. ശക്തിയോടെ എല്ലാ നാവും പാടിയിടും മുഴങ്ങൾ മടങ്ങിയിടും, എല്ലാ നാവും പാടിയിടും മുഴങ്ങൾ മടങ്ങിയിടും. യേശുരാജനെ ആരാധിച്ചിടാം, യേശുരാജനെ ആരാധിച്ചിടാം, യേശുരാജനെ ആരാധിച്ചിടാം, യേശുരാജനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ ആരാധിച്ചിടാം. ദൈവത്തിന്റെ മക്കൾ ആരാധിക്കുന്നു, ആത്മനാഥനെ ആരാധിച്ചിടാം, ദൈവത്തെ ആരാധിക്കുന്നു, ആത്മനാഥനെ ആരാധിച്ചിടാം, സ്വരമുയർത്തി ആരാധിക്കുന്നു, ആത്മനാഥനെ ആരാധിച്ചിടാം, കരമടിച്ച് ആരാധിക്കുന്നു, ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ, ഈശോയെ എന്ന് വിളിച്ച് എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്. കൈകാൽ മരപ്പ് ഈശോ സുഖപ്പെടുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഉദര സംബന്ധമായ ചില രോഗങ്ങൾ, ചില മുഴകൾ ഈശോ സുഖപ്പെടുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഉദരത്തിലുള്ള മുഴകൾ ഈശോ സുഖപ്പെടുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ശരീരത്തിലുള്ള തടിപ്പുകൾ ഈശോ സുഖപ്പെടുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് കിഡ്നി സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തി കർത്താവ് സുഖപ്പെടുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് മക്കളോട് പ്രാർത്ഥിച്ച് ഈശോയെ ഒത്തിരി കരുണ കാണിക്കണേ, ഒത്തിരി കരുണ കാണിക്കണേ. ഈശോ നോയമ്പിലേക്കും ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കപ്പെടുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് വചനത്തിൽ ജീവിക്കുവാൻ കർത്താവെ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ച് ഒരു കേസ് കർത്താവ് അതിൽ നിന്ന് ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രാർത്ഥിച്ചേ കൃപ വ്യാപരിക്കപ്പെടുന്ന കൃപ വസ്തു സംബന്ധമായ എന്തോ ഇടപാടുകൾ കർത്താവ് അതിൻ്റെ മേലെ വലിയ അനുഗ്രഹം തരുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് മക്കള് വീതം വെക്കുന്ന എന്തോ തടസ്സങ്ങൾ കർത്താവ് അതിൽ നിന്ന് കുടുംബത്തെ മോചിപ്പിക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രാർത്ഥിച്ചതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാക്കന്മാരുടെ ആ സമ്പത്ത് അവകാശമായിട്ട് നമ്മളിലേക്ക് ലഭിക്കപ്പെടുവാനുള്ള ആ വലിയ അഭിഷേകത്തിനായിട്ട് ദിവസത്തിൽ ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾ പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള മേഖലകളിൽ വിഷമിക്കുന്ന മക്കൾ ദിവസത്തിൽ പ്രാർത്ഥിക്കുക. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ദിവസത്തെ പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ചാവറ പിതാവ് ആ ഒരു മേഖലയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കുടുംബത്തിലെ വസ്തു തർക്കങ്ങൾ, മാതാപിതാക്കളെ സമ്പത്ത് വിട്ടുകൊടുക്കാതെ അതിന് വേണ്ടി മല്ലടിക്കുന്ന ആ അവസ്ഥകൾ, കേസുകൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള നേരിടുന്ന വിഷമിക്കുന്ന മക്കളെ ഈശോ കാണിച്ചു തരികയും വിശുദ്ധ ചാവറ പിതാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഉള്ള പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനായിട്ട് ചാവറ പിതാവ് പ്രാർത്ഥിക്കുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ചേ അഭിഷേകം വ്യാപരിക്കപ്പെടുകയാണ്, കൃപ വ്യാപരിക്കപ്പെടുക. വേർപാടിൻ്റെ വലിയ ദുഃഖം ഈശോ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ജീവിത പങ്കാളി മക്കളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, അത് ആരോ സ്നേഹിച്ച വ്യക്തിയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന വ്യക്തിയെ കർത്താവ് വലിയ ആശ്വാസം നൽകി ആ ദുഃഖത്തിൻ്റെ അരൂപി ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ഒത്തിരിയേറെ തടസ്സമുള്ള വ്യക്തികൾ എന്ത് പ്രവർത്തിക്കാൻ ചെന്നാലും അതെല്ലാം തടസ്സം നേരിടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈശോ ഇറങ്ങിച്ചെന്ന് തടസ്സം മാറ്റുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള വലിയ വിടുതൽ സംഭവിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ ദിവസത്തിൻ്റെ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ പരാജയം കടന്നു വരികയാണ്.
കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും ശക്തിയും ആ മേഖലയിലേക്ക് വ്യാപരിക്കപ്പെടുന്നുണ്ട്. തിരുവോസിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുക. അങ്ങനെയുള്ള മക്കള് തിരുവോസിലേക്ക് ഈ സമയത്ത് നോക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. അവിടെ നോക്കിയവർ പ്രകാശിതരായവരൊരിക്കലും ലജ്ജിതരാവുകയില്ല. പരാജയം കർത്താവ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെയുള്ള മക്കള് ഈശോയിലേക്ക് നോക്കിക്കേ. ജോലിയില്ലാത്ത മക്കൾ, വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി കടന്നു പോകുന്ന മക്കൾ ഈശോയിലേക്ക് നോക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. കണ്ണു തുറന്ന് തിരുവോസിലേക്ക് വിശ്വാസത്തോടെ നോക്കാൻ ഈശോ പറയുക, ഞാൻ അപ്പത്തിലുണ്ട്, ഞാൻ ജീവിക്കുന്ന ദൈവമാണ്, ഞാൻ പുനരുത്ഥാനമാണ്, ജീവനാണ്. ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്കിക്കേ. ഈശോ ഒത്തിരി മക്കളെ അനുഗ്രഹിക്കുക. കുഞ്ഞുങ്ങളെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെ ഈശോ ഏറ്റെടുക്കുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച മക്കള് കൃപ വ്യാപരിക്കപ്പെടുകയാണ്. വലിയ അഭിഷേകം ചലിക്കുന്നുണ്ട്, വലിയൊരു ചൈതന്യം ചലിക്കുന്നുണ്ട്. മക്കളിലെ ശരീരത്തിൽ വലിയ കുളിരനുഭവം കിട്ടുന്നവരുണ്ട്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നതിനാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ശരീരത്തിൽ വെളിപ്പെടുന്നതാണ് ഒരു കുളിരനുഭവം. ഒത്തിരി മക്കളിലേക്ക് ആ കുളിരനുഭവം വ്യാപിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ദൈവാനുഗ്രഹം വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ആ വലിയ അടയാളമാണ്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഈ മലമുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ ദൈവാനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന വലിയ ആ അടയാളമാണ് ഈശോ ശരീരത്തിൽ വെളിപ്പെടുത്തുന്നത്. മക്കൾ പ്രാർത്ഥിച്ച് കുളിരനുഭവം കിട്ടുന്നവര് വലിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. വരദാനങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. വരദാന ഫലങ്ങൾ ലഭിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിനായിട്ട് ദൈവസ്ഥനെ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. അരുവി നിറയുന്നുണ്ട്, വലിയ സാന്നിധ്യം നിറയുന്നുണ്ട്. അരുവി ശക്തമായിട്ട് ദൈവജനത്തെ ചലിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഭാഷാപരം ലഭിച്ചിരിക്കുന്ന ഒരു ഭാഷാപരത്തില് അല്ലാത്തവര് പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്തവര് സ്തുതിക്കാൻ അറിയാവുന്ന ഒരു കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്തവർ പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കാൻ പ്രേരണ കിട്ടുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാത്തവര് ഭാഷാപരം കിട്ടിയവര് ഭാഷാപരത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കാരണം ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് ശക്തമായിട്ട് എത്ര സമയം സ്തുതിക്കാൻ പറ്റുന്നോ അത്രമാത്രം സമയത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോ വലിയ അഭിഷേകം ഈ മലമുകളില് വെളിപ്പെടുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു വരുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരദാന ഫലങ്ങള് ഈശോയെ വെളിപ്പെടുത്തണേ. വരദാന ഫലങ്ങള് കർത്താവെ വെളിപ്പെടുത്തണേ. സുവിശേഷം പ്രസംഗിക്കുവാൻ, അനേകരിലേക്ക് ശുശ്രൂഷയെക്കുറിച്ച് വ്യാപിപ്പിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ സമൂഹത്തിൽ വെളിപ്പെടട്ടെ. ഇതിന്റെ നാശമായിട്ട് നിൽക്കുന്ന എല്ലാ തിന്മയും നീങ്ങിപ്പോട്ടെ. ഈ ശുശ്രൂഷയുടെ അധപതനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഈ നിമിഷത്തിൽ പരിശുദ്ധ റൂഹായുടെ അഗ്നിയാല് കത്തിച്ചാമ്പലായി പോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്ന് പരിശുദ്ധാരൂപിയുടെ വലിയ ആവാസം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. കരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് മുൻപിൽ നിൽക്കുന്നവർ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് അരൂപി നിറയട്ടെ. വലിയൊരു ആത്മീയ മുന്നേറ്റം ഈ മലമുകളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. അനേക ആയിരങ്ങളിലേക്ക് ഈ ചൈതന്യം വ്യാപരിക്കപ്പെടട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. പാവനാത്മാവേ ശൂന്യത നിറയുമേ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. സ്വരമുയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ ശൂന്യത നിറയുമേ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക.
വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച്, എല്ലാവരും സ്തുതിച്ച് നന്ദി പറഞ്ഞേ. കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞേ, ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവ്വം കേൾക്കാം. മാർഗരറ്റ് തോമസ് എന്ന സഹോദരി മാനാനത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഞാൻ MCA കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് PTE എന്ന കോഴ്സ് പഠിക്കാൻ, IELTS പോലെയുള്ള ഒരു കോഴ്സാണ്. അത് 4 തവണ എഴുതി. 4 തവണയും സ്പീക്കിങ്ങിന് 45, 49 എന്നിങ്ങനെയായിരുന്നു മാർക്ക്. വേണ്ടിയിരുന്നത് 50 മാർക്കാണ്. അങ്ങനെ ഞാൻ മാർട്ടിൻ ബ്രദറിനെ കാണാൻ ചെന്നു. എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 21 എക്സാം എഴുതാനായിട്ട് കോയമ്പത്തൂർ പോയി. ആരാധനയിൽ പങ്കുചേർന്നു. അതിനുശേഷം എക്സാം എഴുതാനായിട്ട് കോയമ്പത്തൂർക്ക് പോയി. എക്സാം നല്ല ടഫായിരുന്നു. കിട്ടിയാൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയുള്ള അന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് റിസൾട്ട് വന്നു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അന്നുവരെ കിട്ടിയതിനേക്കാൾ ഏറ്റവും കൂടിയ സ്കോറാണ് കിട്ടി. 64 മാർക്ക് കിട്ടി. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജൂലിൻ എന്ന വ്യക്തി അമലഗിരിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഞാൻ ഈ സാക്ഷി എഴുതുന്ന എൻ്റെ ഭർത്താവിന് ലഭിച്ച അനുഗ്രഹത്തിനാണ്. ഞാനും എൻ്റെ ഭർത്താവും പറ്റുന്ന ഞായറാഴ്ചകളെല്ലാം ആരാധനയെ സംബന്ധിക്കുന്നു. ഞായറാഴ്ച ആരാധനയിൽ പൂക്കൾ സമർപ്പിച്ച് ആരാധന നടത്തി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി IELTS എക്സാമിന് നല്ല സ്കോറോടെ പാസ്സായി.
ജോലിയിലേക്കുള്ള ഓഫർ ലെറ്റർ ലഭിക്കുകയും ചെയ്തു. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറയുകയും IELTS പാസ്സാകുകയും ജോലിക്കുള്ള ഓഫർ ലെറ്റർ ലഭിക്കുകയും ചെയ്തു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഞാൻ അവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ, ഞാൻ അവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മൊത്തമായും സമർപ്പിച്ചപ്പോൾ, കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ. കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. യേശുവേ നന്ദി. രേഷ്മ എന്ന സഹോദരി ഇടുക്കിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുക ആരാധനയിൽ പങ്കെടുത്ത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായി ബിഷപ്പ് ചാവറ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ കൈയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു കുരു, അത് ശക്തമായ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ രോഗാവസ്ഥ പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. ഉന്നത വിജയം ലഭിക്കുകയും ചെയ്തു. അതുപോലെ എൻ്റെ അമ്മയുടെ ഇളയ സഹോദരൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് ഉറപ്പിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് ഈ നിയമങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നിയമങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിരമ്പുഴയിൽ നിന്ന് ജോയി എന്ന സഹോദര സാക്ഷിയുടെ കഴിഞ്ഞ ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി വരാൻ തുടങ്ങിയ സമയത്ത് നിന്ന് വയറ്റിൽ ഭയങ്കര ശക്തമായ വേദന, അസുഖം തുടങ്ങി, രക്തം വരാൻ തുടങ്ങി വയറ്റിൽ നിന്ന്. വളരെ വിഷമം സഹിച്ച് പള്ളി വന്ന് കുർബാനയിൽ പങ്കെടുത്തു. അതിനുശേഷം ആരാധനയിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പിന്നീട് അങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടായിട്ടില്ല. പരിപൂർണമായി സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു എന്ന സഹോദര സാക്ഷ്യപ്പെടുത്തി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവം ചൊരിയുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് ദൈവസന്നിധി നമുക്ക് നന്ദി പറയാം. ഈശോ ഇന്ന് ഈ ആലയത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, അന്നയുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, അന്നയുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, 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 എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഒന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. സ്വരമുയർത്തി അഭിഷേകത്തോടെ മുട്ടുമേലായിരിക്കാം. എല്ലാ നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒത്തിരി വേദനിക്കുന്ന മക്കൾ, ഒത്തിരി വിഷമിക്കുന്ന മക്കൾ, ഒത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കൾ, എല്ലാ വേദനകളെയും നൊമ്പരങ്ങളെയും ദാരിദ്ര്യത്തെയൊക്കെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമയം സമർപ്പിക്കാം. ജോലിയില്ലാത്ത അവസ്ഥ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സം, ജോലി തടസ്സം, ഭവനമില്ലാത്ത മക്കൾ, ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥി. ഒത്തിരിയേറെ രോഗികൾ, രോഗാവസ്ഥ ഈശോ ഏറ്റെടുക്കുകയാണ്.
ഒരു നിമിഷം കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒന്ന് സമർപ്പിച്ചേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ, മദ്യത്തിനും മയക്കുമരുന്ന് അടിമകളായ കുഞ്ഞുങ്ങൾ, വഴിതെറ്റിയ ജീവിതം നയിക്കുന്ന മക്കൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, കർത്താവേ, അവയിൽ നിന്നെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മോചിപ്പിക്കണം ഈശോയെ. തെറ്റായ സ്നേഹബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, കർത്താവേ, അവയെല്ലാം തകർത്ത് കളയണം ഈശോയെ. ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ച് ഈശോ എൻ്റെ ജീവിതത്തെ ഇടപെടണമേ. മദ്യപാനിയായ ജീവിത പങ്കാളി കർത്താവേ ഇറങ്ങി വരണേ എൻ്റെ ഭവനത്തിലേക്ക്. ബെത്സയിദയിലേക്ക് ഇറങ്ങി വന്നതുപോലെ 10, 20, 30 ഒക്കെ വർഷമായി കർത്താവേ ഈ അവസ്ഥയിൽ കടക്കുക. ഒന്ന് ഇറങ്ങി വരാവോ? ഈശോയോട് ചോദിച്ച മക്കൾ എൻ്റെ ഈ വേദനയിലേക്ക് ഇറങ്ങി വന്ന ഈശോയെ ചോദിച്ച് ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലേക്ക് നോയമ്പിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സമയത്ത് കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണേ, എൻ്റെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങി വരണേ, എൻ്റെ തകർച്ചകളിലേക്ക് ഇറങ്ങി വരണേ, എൻ്റെ ഇല്ലായ്മകളിലേക്ക് ഈശോയെ ഇറങ്ങി വരണേ എന്ന് ഓരോരുത്തരും ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈശോയെ ഇടപെടണം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ ആഗ്രഹങ്ങളുടെ മേൽ ഈശോ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ആഗ്രഹിച്ച് സഖ്യവൂസ് ആഗ്രഹിച്ചതുപോലെ ഈശോയെ കാണുവാൻ, ഈശോ ഒന്ന് അനുഭവിക്കുവാൻ, ആ സ്വാതന്ത്ര്യം ഭവനത്തിൽ അനുഭവിക്കുവാൻ ഈശോയെ അവിടെ നിന്നോട് കരുണ കാണിക്കണം. ഈശോയെ ഞാനങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുക, അങ്ങനെ ഒന്ന് അനുഭവിക്കാൻ ആഗ്രഹിക്കുക. ആ സമാധാനം എൻ്റെ ഭവനത്തിലൊന്ന് അനുഭവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ നിയോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ, എല്ലാ ആവശ്യങ്ങളുടെ മേലും എല്ലാ ആഗ്രഹങ്ങളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് നമ്മുടെ ധ്യാന സെന്ററിനെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കരമുയർത്തി അതിൻ്റെ എല്ലാ പണികളും എത്രയും വേഗം തീരുവാനായിട്ട് കർത്താവേ നിന്റെ കാരുണ്യം ആ ധ്യാന സെന്ററിന്റെ മേൽ, അതിന്റെ മേൽ പ്രവർത്തിക്കുന്ന മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. കരമുയർത്തി ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ, സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ദിവ്യശരീരം മാനവനാ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യദിനത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും ഭർത്യനു നീ മോചനമേകി. സകലേശാദുവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഈശോയേ ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഈശോ, അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നമ്മുടെ വേദനകളിലേക്ക് നീട്ടപ്പെടുകയും നമ്മുടെ ഇല്ലായ്മകളിലേക്ക് യേശുവിൻ്റെ കരങ്ങൾ കടന്നു വരികയും കരമുയർത്തിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ദാവീദിന്റെ പുത്ര, എൻ്റെ ജീവിതത്തിൻ്റെ മേലും എൻ്റെ വൈകല്യങ്ങളുടെ മേല് ഈശോ ഇടപെടണമേ. പഠന വൈകല്യത്തിൻ്റെ മേല് ഈശോയെ, എൻ്റെ തകർച്ചകളുടെ മേല്, എൻ്റെ കടബാധ്യതയുടെ മേല്, എൻ്റെ ഇല്ലായ്മകളുടെ മേല് ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ പുത്ര ഈശോയെ കനിയണമേ. ഈശോയെ, രോഗികളായിരിക്കുന്ന മക്കൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന കേട്ട ദൈവം യേശുനാഥൻ നിലവിളിച്ച് മക്കളെ ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നന്ദി എഴുന്നേറ്റ് നിൽക്കാം. നോയമ്പിൻ്റെ ഈ ഞായറാഴ്ചകളിൽ ശുശ്രൂഷയിൽ വന്ന് പങ്കുചേരുവാനുള്ള വലിയ വന്ന് പങ്കുചേരുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഞായറാഴ്ചകളിലും നോയമ്പിൻ്റെ സമയങ്ങളിൽ ശക്തമായ ശുശ്രൂഷ ഇവിടെ നടക്കും. അതിലൊരു മാറ്റവും ഇല്ല. ചിലർക്ക് ഞാൻ ദിവസം ഉണ്ട്, ഞായറാഴ്ചയുടെ ബ്രദറിൻ്റെ പേര് മറ്റ് നോട്ടീസുകളിലൊക്കെ കാണും. അതുകൊണ്ട് ശുശ്രൂഷ ഇവിടെ ഇല്ലാതിരിക്കത്തൊന്നുമില്ല. എന്താണെങ്കിലും ഈ സമയത്ത് ബ്രദർ ഇവിടെ ഉണ്ടായിരിക്കും. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ശുശ്രൂഷയിൽ ഈ നോയമ്പിൻ്റെ സമയങ്ങളിൽ പങ്കുചേരുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ നോയമ്പിൻ്റെ എല്ലാ ഞായറാഴ്ചകളിലും ഈ ശുശ്രൂഷയെ പങ്കുചേരുവാനുള്ള, അതിലൂടെ ദൈവം ചൊരിയുന്ന വലിയ അനുഗ്രഹങ്ങൾ, ശുശ്രൂഷകരും ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാ മക്കളും ഉപവാസത്തിലും പ്രാർത്ഥനയിലും നോയമ്പിലുമാണ്. അതുകൊണ്ട് വലിയ കൃപ ഈ ദേവാലയത്തിൽ പെയ്തിറങ്ങും. അതുകൊണ്ട് കരങ്ങൾ ഇന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു ഞായറാഴ്ച പോലും മുടക്കം വരാതെ ഈ ശുശ്രൂഷയിൽ നോയമ്പിൻ്റെ എല്ലാ ഞായറാഴ്ചയിലും പങ്കുചേരുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കൃപ വ്യാപരിക്കപ്പെടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിഞ്ഞുപോട്ടെ, പൈശാചികത എല്ലാം നീങ്ങിപ്പോട്ടെ, തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോട്ടെ, യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ദിവസം വരുമ്പോൾ 2-3 പേരെ കൂട്ടിക്കൊണ്ടിരുത്തി നല്ലതാ. കഴിഞ്ഞ ദിവസം ഒരു 5 പിള്ളേരായിട്ട് ഒരു ചേട്ടൻ വന്നു. ഈ പിള്ളേർ പറഞ്ഞു 5 പേരെ പ്രാർത്ഥിച്ച് ഒരു 3 പേരിൽ അഭിഷേകം കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു. പറഞ്ഞു, കാലിലൂടെ ഇങ്ങനെ കറണ്ട് അടിച്ചു കയറുന്ന ഒരു അനുഭവം ഉണ്ടായത്. ദൈവ അനുഭവം അവർക്ക് ഈ ദേവാലയത്തിൽ വെച്ച് ലഭിച്ചു. ഇവിടെ അങ്ങനെ നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അനുഭവം കിട്ടുമ്പോൾ അവരൊരിക്കലും ദൈവരാജ്യത്ത് നിന്ന് വിട്ടുപോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരുന്നവർ 5 പേരെ കൂട്ടിക്കൊണ്ട് വന്നാൽ 3 പേരേലും ദൈവരാജ്യത്തിൽ നിലനിൽക്കും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? കരമടിച്ച് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലവൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലവൻ, എൻ്റെ കൂട്ടായിട്ട് കൂടെയുണ്ടല്ലോ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ.